വെൽക്കം ടു പാർട്ടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാർട്ടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടം എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ നിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ബാക്കി ചേച്ചി, എന്താണ് പരിപാടി? ഇന്ന് ചൗ ചൗ മോരു കൂട്ട്. ചൗ 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 ബാംഗ്ലൂർ കത്തിരിക്കാന്ന് ഒരു പേരുണ്ട് അതിന്, അല്ലേ? പിന്നെ പേരക്കായെന്നും പറയും. പേരക്കായെന്നും പറയും. അപ്പൊ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾ വിളിക്കാം. ഒരു കോമൺ ഡിഷ് ഒക്കെ ആണ്. ചില ഭാഗങ്ങളിൽ കിട്ടും, ചില ഭാഗങ്ങളിൽ കിട്ടില്ല. ഇതാണ് സംഭവം. അതെ. അപ്പൊ നമ്മുടെ സദ്യക്ക് ഒരു 100 കൂട്ടത്തില് നമ്മുടെ പേരക്കായ്ക്ക് ഒരു സ്ഥാനം നമ്മൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചൗച്ചവിന് ഒരു സ്ഥാനം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ കത്തിരിക്കയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കുകയാണ്. അപ്പൊ ഇത് നല്ല ഒരു വിറ്റാമിൻ ഫുഡാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരികൾ ഉണ്ടാക്കാം, അല്ലെ? കറിയായിട്ട് ഉണ്ടാക്കാം, മറ്റ് വെജിറ്റബിൾസിൽ ആഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചൗ ചൗ മൂരു കൂട്ട്. ചൗ ചൗ മൂരു കൂട്ട്. അപ്പൊ ചൗ ചൗ മൂരു കൂട്ടിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഭാഗ്യ ചേച്ചി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ചൗ ചൗ ഇവിടെ 3 എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, കടുക്, തൈര്, പച്ചമുളക്, തേങ്ങ, കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്, മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക്, വറ്റൽമുളക്, കറിവേപ്പില, കായം, പിന്നെ ആവശ്യത്തിന് വെള്ളം, എണ്ണ. 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചൗ ചൗ മോരു കൂട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണ്, പക്ഷെ നല്ല ടേസ്റ്റി ഫുഡാണ്. ഇതിനു മുമ്പൊക്കെ ധാരാളം കഴിച്ചിട്ടുണ്ട്. അപ്പൊ പുറം നാടുകളിലൊക്കെ ഇത് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ അധിക സ്ഥലങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു സാധനം കൂടിയാണ്. ഇതുപോലെ വെക്കില്ല. അപ്പൊ നമ്മുടെ ചോറിലേക്ക് നല്ലൊരു വിഭവമാണ് ഇത് സംഭവം. അപ്പൊ നമ്മൾ കുറച്ചൊരു നമ്മുടെ മത്തനവരൊക്കെ വെക്കുന്ന ലെവലാണ് നമ്മളിത് വെക്കുന്നത്, അല്ലേ? മോരുകൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കെന്നാ കട്ട് ചെയ്ത് നമ്മുടെ വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ നോക്കുക, നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യേണ്ടതാണ്. ട്രൈ ചെയ്തേ പറ്റുള്ളൂ. നല്ല വിറ്റാമിൻ ഉള്ള സാധനമാണ്. അപ്പൊ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. നമുക്ക് തന്നെ ചൗ ചൗ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉണ്ടാവും ചൗ ചൗ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇത് തൊലി വേണമെങ്കിൽ കളഞ്ഞിട്ടും എടുക്കാം. നമ്മളിവിടെ തൊലി കളയുന്നില്ല. ഈ ഒരു കുരു മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം വേണമെങ്കിൽ. ഇത് കളയാനൊന്നുമില്ല, കുരുവൊന്നുമില്ല. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. വേണ്ടല്ലേ, ഇതിൽ കളയാനൊന്നും ഇല്ല. ചൗ ചൗ കൂടെ നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസ് ഓൺ, പാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കാം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗ ചൗ ഇതിലിട്ട് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്, നന്നായിട്ട് ഫുള്ളായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെക്കാം. അപ്പൊ നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. തേങ്ങ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അത് കൊടുക്കാം. ഒരു 5 പച്ചമുളക്, 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കുതിർത്തപ്പോഴും നല്ലോണം ആയിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 6 ടേബിൾ സ്പൂൺ തൈര്, അത് അതിലേക്ക് ഒഴിക്കാം.
ഇനി ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് കൊട്ടാം. അതിനുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തുറന്ന് നോക്കാം നമുക്ക്. കഷ്ണം വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേണം. അടച്ചു വെച്ചാൽ നമുക്ക് വേവിക്കാം. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പകുതി വേവായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കും. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക, ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ തൈര് ഒഴിച്ചു കഴിഞ്ഞു, ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യാം. പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതിന് കടുക് വറുത്ത് കൊടുത്താൽ മതി. ഗ്യാസ് ഓണാക്കി പാൻ വയ്ക്കാം. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് 3 കപ്പൽ മുളക് ഇട്ട് കൊടുക്കാം. 2 കറുവേപ്പില ഇടാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനകത്ത് ഇതിൽ പൊട്ടിക്കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചൗ ചൗ മോര് കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കൽ ചടങ്ങ് മാത്രം. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടത്തിലെ ചൗ ചൗ മോര് കൂട്ട് ഇവിടെ തയ്യാറായിരിക്കണം. അതിന്റെ അറേഞ്ച്മെന്റ് ഇനി ടേസ്റ്റ് നോക്കുന്ന ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരുപാട് കഴിച്ചിട്ടില്ലാത്തൊരു കറിയാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കാം. ഒരു പ്രത്യേക തരം കറിയാണ്. വെറൈറ്റി ഉള്ള കറിയൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പടവലങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. പീച്ചക്ക പടവലങ്ങ അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. പക്ഷെ സംഭവം ആ ഒരു ടേസ്റ്റ്. പക്ഷെ സംഭവം അടിപൊളിയാണ്. നമ്മുടെ പടവലങ്ങ കുറച്ചുകൂടി ഹാർഡായ എങ്ങനെ ഉണ്ടാവും അല്ലേ? അതന്നെ സെയിം. പടവലങ്ങ ഹാർഡായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതിന്റെ ടേസ്റ്റ് വേറെ ഒന്നും. സംഭവം സൂപ്പറാണ്. ഉപ്പ് എരിവൊക്കെ കറക്റ്റ് തന്നെ. നല്ലപോലെ എരിവിടണം അതിന്. എരിവ് നല്ലപോലെ ഇട്ടാൽ ഈ കറി അടിപൊളിയായി പോകും. മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് അരച്ച് കൂട്ടുന്നത് എരിവ് നല്ലപോലെ ചേർത്തിയാലും സംഭവം നല്ല ഉഷാറാവും. നല്ലൊരു കളർ. കാരണം നല്ലൊരു കളർ നമ്മുടെ
തൈരും മോരുകറി മാതിരി മോരുകറി മോലുള്ള സംഭവമാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എരിവ് കൂട്ടണം. നമ്മൾ എത്ര 6 പച്ചമുളക് 10-12 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്കത് കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നമ്മൾ തന്നെ 12 ആദ്യമൊക്കെ നമ്മൾ വെക്കുമ്പോൾ എരിവ് ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര എരിവ് ഇട്ടാലും പോരാ നമുക്ക് തോന്നും. കൂടുതൽ വേണം. അപ്പൊ 15 പച്ചമുളക് 15 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഏകദേശം എരിവ് സെറ്റായി വന്നിരിക്കുന്നത്. അതുപോലെ ഉപ്പിടുമ്പോഴും ഒന്ന് കൂട്ടിയിടുക നല്ലത്. ഉപ്പും വേണം, മുളക് കറക്റ്റ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടത്തിലെ മോരുകൂട്ട്, ചൗ ചൗ മോരുകൂട്ട് ഇവിടെ ടേസ്റ്റ് ചെയ്ത് വളരെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ചൗ ചൗ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ വെച്ച് നോക്കി ട്രൈ ചെയ്തിട്ട് കമന്റ്സിലൂടെ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൽ അറിയിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ബൈ.